മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാർ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ഭരിച്ച ഒരു സർക്കാരും നേരിടാത്ത ഒരു പ്രതിസന്ധിയാണ് BJP മണിപ്പൂരിൽ നേരിട്ടത്. അവിടെ ഭരിക്കുന്ന അവരുടെ തന്നെ പാർട്ടിയുടെ ഗവൺമെന്റിനെ പിരിച്ചുവിടേണ്ടി വരുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് അവർ കണ്ടത്. നമ്മുടെ ഈ സ്വന്തം ഭാര്യയെ ബലപ്രയോഗം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലൊരു പ്രത്യേകിച്ചൊരു അവസ്ഥയാണ് ഇത് അവിടെ ഉണ്ട്. പക്ഷേ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് നടക്കുന്നത് എന്നുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ വളരെ കാലമായിട്ട് നടന്നു വരുന്നു. അവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് വിഭാഗത്തിലുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കവും അവർ തമ്മിലുള്ള വിശ്വാസമില്ലായ്മയുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പൊ മിനിങ്ങാന്ന് മണിപ്പൂരിൽ ഇപ്പോൾ ഈ 12-ാം തീയതിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ബംഗ്ലാദേശ് ഇലക്ഷൻ നടക്കുന്നുണ്ട്. രണ്ട്, മണിപ്പൂരിൽ കേന്ദ്രഭരണം പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസം കൂടെയാണ്. അതായത് ആദ്യം കഴിഞ്ഞ ഫെബ്രുവരി 12-ന് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. 6 മാസത്തേക്ക്, വീണ്ടും 6 മാസത്തേക്ക് കൂടെ നീട്ടി. അത് 12-ാം തീയതി അവസാനിക്കുകയാണ്. ഇത് വീണ്ടും 6 മാസത്തേക്ക് തുടരുന്നതിന് പകരം കേന്ദ്രം നിശ്ചയിക്കുന്ന ആരെയും ഞങ്ങൾ മുഖ്യമന്ത്രി ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ ഘടകകക്ഷികളിലെ നേതാക്കളെല്ലാം കൂടെ ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിന് മുമ്പ് മണിപ്പൂരിൽ നടന്ന ഒരു വളരെ വലിയ ഒരു മഹത്തായ ഒരു പ്രക്ഷോഭം അവിടെ നടന്നായിരുന്നു, പ്രകടനം നടത്തായിരുന്നു. മണിപ്പൂരിനെ വിഭജിക്കരുത് എന്ന് പറഞ്ഞിട്ട്. കാര്യം അവിടെ മെയ്തി, കുക്കി എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ തമ്മിലാണ് അവിടെ സംഘടന നടക്കുന്നത്. അല്ലാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു സംഘടനമല്ല. അത് കേരളത്തിൽ ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോ കുക്കികൾക്ക് സ്വന്തമായിട്ടൊരു സംസ്ഥാനം കൊടുക്കുക, അവരുടെ താഴ്വര അവർക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനൊരു പ്രത്യേക സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി നിർത്താനുള്ള ഒരു സംവിധാനമാണ് കേന്ദ്രം ആലോചിച്ചു വരുന്നത് എന്നുള്ള ഒരു വിവരം കിട്ടിയപ്പോഴത്തേക്കാണ് അവർ ബാൽക്കനൈസേഷൻ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ചെറിയ പ്രവിശ്യകളായിട്ട് വിഭജിക്കുന്നതിന് എതിരായിട്ട് ഒരു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയൊരു പ്രതിഷേധം 2 ദിവസത്തിന് മുമ്പ് മണിപ്പൂരിൽ നടന്നായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഇത് 2ആയിട്ട് വിഭജിക്കുകയും ഒരു യൂണിയൻ ടെറിട്ടറിയോ അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളോ ആക്കി മാറ്റുകയും നമ്മുടെ 7 സഹോദരിമാരെ 8 സഹോദരിമാരാക്കാനുള്ള ഒരു സംവിധാനമാണ് കുക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അവർക്കൊരു പ്രത്യേക സംസ്ഥാനം കൊടുക്കരുത് എന്ന രീതിയിൽ കേന്ദ്രത്തിന് പുറത്ത് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് മെയ്തികൾ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് നമ്മൾ കണ്ടത്. കുക്കികൾ അതിനകത്ത് പങ്കെടുത്തിട്ടില്ല. കാര്യം സംസ്ഥാനത്തിന്റെ എല്ലാ നേതാക്കളും പങ്കെടുത്തിട്ട് അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അങ്ങ് തീരുമായിരുന്നു. അപ്പോ ഇത് മെയ്തികളുടെ കീഴിൽ കുക്കികൾ ജീവിച്ചു കൊള്ളണം എന്നുള്ള ഒരു രീതിയിൽ ഒരു നെറേറ്റീവ് അവിടെ വരുന്നു. അത് കുക്കികൾ സമ്മതിക്കാത്തതാണ്. അവർ ആയുധമെടുക്കാനും ഇപ്പൊ 250ഓളം പേര് അവിടെ മരിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് പേർക്ക് വീടില്ലാതായി കഴിഞ്ഞു. സമാധാനം ഇല്ലാതായിട്ട് ഒരുപാട് വർഷങ്ങളായി. 23-ല് നമ്മൾ കഴിഞ്ഞ വർഷം പിരിച്ചുവിട്ടെങ്കിലും 2-3 വർഷമായിട്ട് അവിടെ ഈ ക്രമസമാധാന പ്രശ്നം പുകഞ്ഞു വരികയാണ്. മാത്രമല്ല, ഇത് അതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനം കൂടെയാണ് പലരും, ബംഗ്ലാദേശുമായിട്ടൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാവുന്ന പ്രക്ഷോഭങ്ങളും കൂടെ ഇതിനകത്ത് തിരികൊളുത്തുന്നുണ്ട്. അവരവരുടെ സഹായങ്ങള് അല്ലെങ്കിൽ ആയുധങ്ങള് ഈ അക്രമകാരികൾക്ക് കൊടുക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു വിഭജനം നടക്കുകയാണെങ്കിൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. എന്തായാലും ഈ പ്രശ്നം പരിഹരിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു 2000 തുടങ്ങുമ്പോഴത്തേക്ക് ആസാമില് നോർത്ത് ഈസ്റ്റ് മുഴുവൻ പ്രശ്നമായിരുന്നു. ആസാമിൽ പ്രശ്നമായിരുന്നു, നാഗാലാൻഡിൽ പ്രശ്നമായിരുന്നു, മിസോറാമിൽ പ്രശ്നമായിരുന്നു. നോർത്ത് ഈസ്റ്റിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടക്കി BJP നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഒരു സമയത്ത് BJP നോർത്ത് ഈസ്റ്റിലോട്ട് കടന്നു കയറില്ല എന്ന് പോലും നമ്മൾ വിചാരിച്ചു. ആസാമിലൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു രീതിയല്ലായിരുന്നു BJP കയ്യേറിയത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളെല്ലാം നേരെ കൊണ്ടുവന്ന് ഇപ്പം BJPക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് നോർത്ത് ഈസ്റ്റ് മാറി. ചെറിയ ചെറിയ ഏരിയകളാണെങ്കിലും ഒരു ലോക്സഭാ സീറ്റ് അവിടെ കിട്ടുന്ന ഒരു രീതിയിലോട്ട് അവിടെ നിന്ന് മാറി. അപ്പോൾ അവർക്കിത് കൈവിട്ട് കളയാൻ പറ്റുന്ന ഒരു സ്ഥാനമല്ല. അതുകൊണ്ട് BJP ഗവൺമെന്റ് അവരുടെ ഫുൾ എഫർട്ടും നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ടും അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ബജറ്റിൽ പ്രത്യേകിച്ച് പ്രൊവിഷൻ ചെയ്തിട്ടും ഒരുപാട് സഹായങ്ങൾ കൊടുത്തിട്ടും ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത റെയിൽവേ പദ്ധതികളെല്ലാം നോർത്ത് ഈസ്റ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഫുൾ എഫർട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കൊച്ചു
സംസ്ഥാനത്ത് ഉണ്ടാകുന്ന നമ്മളെ ഫ്ലഷ് തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു മാംസത്തിന്റെ ഇടയിൽ ഒരു കൊച്ചു മുള്ളായിട്ട് മണിപ്പൂർ അവശേഷിക്കുന്നത് BJP സർക്കാരിന് നാണക്കേടാണ്, തലവേദനയാണ്. അത് അവർക്ക് തല പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് അവർ എത്തിപ്പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ അടിച്ചൊതുക്കാൻ നല്ല കഴിവുള്ള രണ്ടുപേര് തലപ്പത്തുണ്ട്. ഒന്ന് അമിത്ഷായും, രണ്ട് അജിത് ഡോവലും. അപ്പൊ ഇവര് ഇക്കാര്യങ്ങളിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു പറഞ്ഞു വരുന്നത് മണിപ്പൂരിൽ വർഷങ്ങൾക്ക് ശേഷം അമിത്ഷായുടെ നേതൃത്വത്തിൽ, ദോവലിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാനം വരുമെന്നാണോ? തീർച്ചയായിട്ടും അത് അൺഅവോയ്ഡബിൾ ആണ്. എന്തായാലും വന്നേ പറ്റത്തുള്ളൂ. കാര്യം അത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടെയാണ്. മറ്റൊരു സംസ്ഥാനം പോലെ അല്ല മണിപ്പൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ബംഗ്ലാദേശുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. അത് അവിടെ നിന്നുള്ള പ്രഷർ നമ്മൾ ധാരാളം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടുത്തെ അസ്വസ്ഥതകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തീവ്രവാദികൾ നുഴഞ്ഞുകയറ്റും, അവരുടെ ആയുധ സഹായം എല്ലാം ഇവിടെയുള്ള നമ്മുടെ ഇതൊരു വിഭജനത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മുടെ പൊതു മാധ്യമങ്ങളിൽ വരുന്നില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾ ഒരു വിഭജനത്തിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി നമുക്ക് കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ശക്തമായ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല വാർത്തകൾ ഈ 12-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാവും. അത് പറഞ്ഞതുകൊണ്ടാണ് ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങോളം ഇങ്ങോളമുള്ള മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ കഴിയുന്നു. ഇന്ത്യക്കുള്ളിലെയും പുറത്തെയും ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ നമ്മൾ ഒരുപാട്. എന്നിട്ട് എന്തുകൊണ്ട് മണിപ്പൂരിനെ ഈ 3 വർഷമായിട്ടും ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല? അവിടുത്തെ പ്രതിസന്ധി എന്താണ്? അവിടുത്തെ പ്രതിസന്ധി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് അവര് തന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പൊ നമുക്കറിയാം തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം, ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം കോൺഗ്രസ് ഭരിച്ചപ്പോഴത്തേക്കാണ് വിഭജനത്തിലോട്ട് പോയത്. ദൗർഭാഗ്യവശാൽ വളരെ കാലം അത് കോൺഗ്രസിന് പിന്നീട് 2ഇടത്തും ഭരണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ BJP വിഭജിക്കുകയാണെങ്കിൽ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം BJPയുടെ നേതൃത്വത്തിന്റെ തലയിൽ വെക്കുകയും മെയ്ത്തികള് ആ അധികാര സ്ഥാനം എടുക്കുകയും BJPക്ക് കുക്കികൾക്ക് കൊടുക്കുന്ന സംസ്ഥാനം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യും. BJPക്ക് അത് പോരാ. BJPയുടെ തന്ത്രം അനുസരിച്ചിട്ട് 2 സംസ്ഥാനങ്ങളും തന്ത്രപരമായിട്ട് വിഭജിക്കുകയും ചെയ്യും. 2 പേരും അവരെ കൂടെ നിൽക്കുകയും വേണം. അവർക്ക് 2ഇടത്തും അധികാരവും വേണം. അതാണ് അതിന്റെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ആന്ധ്ര വിഭജിക്കുമ്പോഴത്തേക്ക് 2ഇടത്തും ഭരണം വേണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കാര്യം ഇവിടെ KCR അന്ന് വളരെ സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പൊരുതി. ഇപ്പം പുറത്തു പോയെങ്കിലും തെലങ്കാനയിൽ ഇപ്പം ഭരണം പിടിക്കാൻ സാധിച്ചെങ്കിലും 10-20 വർഷത്തോളം അവരുടെ കയ്യിൽ നിന്ന് പുറത്തായിരുന്നു ഈ അധികാരം. അപ്പോൾ ഇവിടെ ഇത് വിഭജിച്ചാൽ മാത്രം പോരാ, വിഭജിക്കുന്ന 2 സംസ്ഥാനങ്ങളെ കൂടെ നിർത്തുകയും ആ സംസ്ഥാനങ്ങളിലുള്ള അധികാരം അവരുടെ കയ്യിൽ തന്നെ വയ്ക്കുകയും ചെയ്യുക എന്നുള്ള വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് BJPയുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ പറയുന്ന അത്ര ലളിതമല്ല കാര്യങ്ങൾ അവിടുത്തെ. കാര്യം നമ്മുടെ മാത്രം പ്രശ്നമല്ല, മറ്റു രാജ്യങ്ങളുടെ പ്രശ്നം അതിനകത്തുണ്ട്. ഈ 2 വിഭാഗങ്ങളുടെ പ്രശ്നമുണ്ട്, മതവിഭാഗങ്ങളുടെ പ്രശ്നമുണ്ട്, ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവർക്ക് സ്വന്തം ഗവൺമെന്റിനെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം കൊടുക്കേണ്ട ഒരു അവസരം അവിടെ വന്നത്. അപ്പൊ അത് ഒരു കൃത്യമായിട്ടുള്ള വിഭജനത്തിലോട്ട് പോവുകയാണെങ്കിൽ മെയ്ത്തികളുടെ പ്രഷറിന് വഴങ്ങാതെ മെയ്ത്തികൾക്കും കുക്കികൾക്കും 2 പ്രത്യേക സംസ്ഥാനങ്ങൾ കൊടുത്തത് കൊണ്ട് പ്രശ്നം തീരുമെങ്കിൽ പ്രശ്നം തീർക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ അതിന് അവിടുത്തെ ജനങ്ങൾ അനുവദിക്കുമോ? അല്ല, അവിടുത്തെ ജനങ്ങൾ 2ആയിട്ട് വേർതിരിഞ്ഞാണല്ലോ ഇത്രയും വർഷമായിട്ട് ഇത്രയും ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടക്കുന്ന 2 പേര് തമ്മിൽ യോജിപ്പിക്കാനും സംസ്ഥാനത്തെ ഒരൊറ്റ ത്രെഡിൽ കൊണ്ടുപോകാനുമാണ് ഗവൺമെന്റ് ഇത്രയും കാലം ശ്രമിച്ചത്. പക്ഷെ അത് നടക്കില്ല എന്ന് കാണുന്നതോടെയാണ് അത് 2ആയിട്ട് വിഭജിക്കുകയാണെങ്കിൽ കുക്കികളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വിഭജിക്കാൻ തയ്യാറാണെന്ന് ഗവൺമെന്റിന്റെ ഒരു സൂചന കിട്ടിയതുകൊണ്ടാണ് മെയ്ത്തികൾ ഇത്രയും വലിയ ഒരു ശബ്ദം അവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ വിഭജിക്കരുത് എന്ന് പറഞ്ഞ് ഒച്ച കൂട്ടുന്ന ഒരു മെയ്ത്തികളാണ്. കുക്കികൾ ആ വഴിക്ക് വരുന്നില്ല. അപ്പൊ കുക്കികൾക്ക് പ്രത്യേക സംസ്ഥാനം എന്നുള്ള ഒരു രീതിയിലോട്ട് അവർ പോവുകയാണെങ്കിൽ വീണ്ടും നോർത്ത് ഈസ്റ്റിലെ ഇന്ത്യ എന്ന വികാരത്തെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ വിഭജിക്കണമോ വേണ്ടയോ? അല്ല, മണിപ്പൂർ വിഭജിച്ചാലും വിഭജിച്ചില്ലെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ആ മെയിൻ ത്രെഡിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം 2 പേരും നമ്മുടെ കൂടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ കൂടുതൽ നിർത്തുള്ളൂ. നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെ ഗോത്ര സമൂഹത്തിന്റെ പ്രശ്നത്തിലാണ് കേരളത്തിന്റെ അത്രയും ജനസംഖ്യ ഉള്ള ഒരു ഏരിയ 8 സംസ്ഥാനങ്ങളായിട്ട് നിൽക്കുന്നത്. കേരളത്തെക്കാളും ശകലം കൂടെ ഉള്ള അവിടുത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ഇത്രയും ചെറിയൊരു ജനസംഖ്യ ഇത്രയും വലിയൊരു പ്രദേശത്ത് 8-7 സംസ്ഥാനങ്ങളായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ അതിന് ഓരോന്നിനും ഗോത്രപരമായിട്ടുള്ള പ്രത്യേകതകളും അവരുടേതായ സവിശേഷതകളും ഉള്ളതും ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഒരു ജോലിയും കൂടെയാണ്. ഇന്ത്യയിൽ ഇപ്പൊ എത്ര ഗോത്രങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാവരെയും ഉൾക്കൊള്ളുകയും അവരെ ഉൾപ്പെടുത്തുകയും അവരെ നമ്മൾ
ഒരേ ത്രെഡിലാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാലയിലെ മുത്തുകൾ മാതിരി മാലയിൽ ഒരു മുത്ത് കൂടിക്കഴിഞ്ഞാലും മാലയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം.